എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം 3-4 ട്രിപ്പൊക്കെ പോയപ്പോൾ കഴിഞ്ഞ ഫണ്ടൊക്കെ കഴിഞ്ഞു വെച്ചു. ഇന്ന് സൊമാറ്റോയിൽ ഇറങ്ങാൻ പോവാണ്. രാത്രി സൊമാറ്റോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. സോ ഇന്ന് നമ്മൾ രാത്രി സൊമാറ്റോ ഓടാൻ പോവാണ് ഇലക്ട്രിക് സൈക്കിളിൽ. ആരൊക്കെ എന്തൊക്കെ എങ്ങനെ പെരുമാറും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് രാത്രി കാഴ്ചകൾ എന്ന് പറയാം. ഇപ്പോൾ ഏകദേശം സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. 10:30, 11:30, 12 മണി വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചാർജ് തീരുന്ന വരെ ഓടാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. ഇന്ന് എത്ര രൂപ ഞാൻ ഏൺ ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോയുടെ അവസാനം ഞാൻ പറയാം എത്ര രൂപ ഏൺ ചെയ്തു. സോ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. രാത്രി 12 മണിക്ക് സൊമാറ്റോ ഡെലിവറി ഇലക്ട്രിക് സൈക്കിളിൽ. സത്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ഒടുക്കത്തെ തണവ് കേട്ടോ. കാരണം തൃശ്ശൂർ 40 ഡിഗ്രിയാണ്. പക്ഷെ ഇപ്പം തന്നെ മഴ പെയ്തു കേട്ടോ. എൻ്റെ പൊന്നെ, മഴ പെയ്തപ്പോൾ ഫീല് വേറെയാണ് കേട്ടോ. എൻ്റെ ഇത്ര നാളില്ലാത്തൊരു കുളിർമ കഴിച്ചു. അതെ, ഇവിടെ രാത്രി കല്യാൺ 99 ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. മഴ തൂളുന്നുണ്ട്. മഴ തൂളുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ മഴയത്ത് ഇതുവരെ പോയിട്ടില്ല. ദയവേ വണ്ടികൾ വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓർഡർ അക്ഷയെന്നാണ് ഇട്ടിരിക്കുന്നത്. 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ സ്ഥലം വരണത്. നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. സോ എൻ്റെ വീട്ടിൽ വിട്ടുണ്ടോ, നല്ല കാര്യം. എൻ്റെ വീട് തൃശ്ശൂരിൽ നിന്ന് കര ഹോൺ വർക്കാവില്ല കേട്ടോ. രാത്രിയാണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഞാൻ കാട്ടിത്തരാം. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 6-7 കിലോമീറ്ററാണ് തൃശ്ശൂരിൽ നിന്ന്. ഇടിവെട്ടുണ്ടോ ദൈവമേ വീട്ടിലേക്കുള്ളത്. പക്ഷേ വീട്ടിലേക്ക് ഇതുവരെ മഴ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. തൃശ്ശൂരാണെങ്കിൽ 7 കിലോമീറ്റർ ഇപ്പുറം നല്ല മഴക്കാരും ഉണ്ട്. ഇടിവെട്ടുണ്ട്. വണ്ടി ടിപ്പർ ലോറികൾ എല്ലാം ശ്രദ്ധിച്ചു വേണ്ട പോകാൻ. സത്യം ഇടിവെട്ടുണ്ട്. നല്ല മഴയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയിപ്പോൾ ഡെലിവറി ഞാൻ ചെയ്യുക, അതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. മഴയും വെട്ടുണ്ട്. സ്പീഡ് 22 കേട്ടോ. 21-22 എവിടെ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്താണ്. മഴയത്ത് ഡെലിവറി ആദ്യമാണ് ഗൈസ്. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി അറിയാമല്ലോ, നിങ്ങൾ പോയിട്ടില്ലല്ലോ അല്ലേ. സോ ഇലക്ട്രിക് സൈക്കിള് മഴയത്ത് ഡെലിവറി നോക്കി നോക്കാം ഗൈസ്. ഹോട്ടലിൽ എത്താൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് 850 മീറ്റർ ഉള്ളൂ. ഞാൻ ആക്ച്വലി ലൈറ്റ് ഞാനിവിടെ ഓൺ ചെയ്ത് കാട്ടിയില്ല. ഇതാ ഈ ഒരു വെളിച്ചത്തിലാണ് പോകണം കേട്ടോ. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ. തൃശ്ശൂർ 40 ഡിഗ്രി ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല മഴയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അറിയില്ല ഗൈസ്. ഇനി മഴയത്ത് എങ്ങനെ ഡെലിവറിയും കാര്യങ്ങളും ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാറിൻ്റെ ലൈറ്റിൻ്റെ അവിടേക്ക് നോക്കി നോക്കാം മഴ കുറഞ്ഞോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. സോ നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയത്ത് റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഗൈസ് മഴ ഞാൻ നോക്കണില്ല കേട്ടോ. എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളി വന്ന് അവിടെ ആയിന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നെ മഴ. അയ്യോ എൻ്റെ ഫോൺ എടുത്ത് വയ്ക്കട്ടെ. തൃശ്ശൂരത്തെ ഹോട്ടൽ നമുക്കറിയാത്തൊന്നുമല്ല. ചേട്ടാ വരുന്നുണ്ട് നിൽക്ക്. റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് വിളി വന്നു കേട്ടോ. നേരം വയ്യ പണി പോകാം ഗൈസ്. പിന്നെ ഞാൻ ഏത് സൊമാറ്റോ വീഡിയോ ഇട്ട് കാട്ടും. മഴയത്ത് ലേറ്റ് ആകുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാലോ. അങ്ങനെ കരുതിയിട്ടാ. എൻ്റെ പൊന്നെ സോ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഡണ്ണടിച്ചിട്ട് പിക്ക് ചെയ്യേണ്ട ലൊക്കേഷനിലെത്തി. പിക്കപ്പ് 1 ഉണ്ട്, പിക്കപ്പ് 2 ഉണ്ട് കേട്ടോ. നോക്കട്ടെ ചേട്ടാ. 8978 അവിടെയാണോ? 89 2 ഓർഡർ ഉണ്ട്. വലിയ ഉപകാരം. അതൊരെണ്ണം. പിന്നെ 5570 ഒരെണ്ണം. അത് ഞാൻ എവിടെ പിന്നെ കണ്ടുല്ലോ. ഇതൊരെണ്ണം. ഇതാണോ? അല്ല, 5570 ഇത് രണ്ടല്ലേ? ഓക്കെ, ഇത് രണ്ടും ഗൈസ്.
ഗൈസ് ഇത് രണ്ടാണ് ഓർഡർ വന്നിട്ട്. അതെൻ്റെ ബാഗ്, ഇത് രണ്ടും ഓർഡർ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി പുറത്ത് താങ്ങിയിട്ടൊരു പരിവാഹം തോന്നണം. എന്തായാലും ഇവിടെ നിന്ന് വിടാം കേട്ടോ. ബ്രോ മഴ വരുമ്പോൾ എങ്ങനെയാണ്, ടൈം കൂടുതൽ കിട്ടുമോ? എക്സ്ട്രാ പൈസ കിട്ടും, എക്സ്ട്രാ പൈസ കിട്ടും ഗൈസ് മഴ പെയ്യുമ്പോൾ. നോക്കിയേ, ഒടുക്കത്തെ ചാറ്റൽ മഴയാണ് കേട്ടോ. നല്ല ചാറ്റൽ മഴ, നല്ല ഇതാണ്. എക്സ്ട്രാ പൈസ കിട്ടും. 9.5 ഏതാ മൾട്ടിപ്പിൾ ഓൺ ഗോയിങ് ഓർഡേഴ്സ്. ആദ്യത്തെ 2 ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, അത് ഓർഡർ ചെയ്തു, പിക്കഡ് അടിച്ചു. പിന്നെ രണ്ടാമത്തെ ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ, അപ്പോൾ അതും പിക്കഡ് അടിച്ചു. രണ്ടും പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിക്കഡ് 2 ഓഫ് ഓർഡേഴ്സ് അടിച്ചു. ഹോട്ടലിൻ്റെ റിവ്യൂ അടിച്ച് ഇനി നമുക്ക് 2 ഡ്രോപ്പ് ഉണ്ട്. അത് 2.5-3.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. ഫസ്റ്റ് ഡ്രോപ്പ് ഒരു സ്ഥലം, പിന്നെ മറ്റേത് വേറൊരു സ്ഥലം. പക്ഷേ ഈ മഴയത്ത് ഇങ്ങനെ പോകാമെന്നറിയില്ല. നോക്കി നോക്കാം. നോക്കുക, ഒടുക്കത്തെ മഴ കേട്ടോ. ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ അവിടെ തൃശ്ശൂർ മഴ പെയ്യണത്. വീടിൻ്റെ അവിടെ കിട്ടിയാൽ മതിയായിരുന്നു ഈ മഴ. വീടിൻ്റെ അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞാൽ വീട്ടിൽ ചോദിച്ചപ്പോൾ കേട്ടോ. നല്ല മഴ, ഒരു രക്ഷയില്ല ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ച് ഇട്ടിട്ടുണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല അവരുടെ പ്രതികരണം. നോക്കി നോക്കാം ഗൈസ്. ഒരുവിധം മഴ ഒതുങ്ങിയിട്ടുണ്ട്. ലൂണയിലൊക്കെ സൊമാറ്റോ ഡെലിവറി ആരൊക്കെ ഉണ്ട് ഔട്ട് ദർ സൊമാറ്റോ ഡെലിവറി ചെയ്യണ? ബിഗ് സല്യൂട്ട് ഗൈസ്, എല്ലാ മോനെ. കാരണം ഇതിൻ്റെ 2 ഘട്ടങ്ങളിലായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് കേട്ടോ. മഴയത്ത് ഫുഡ് വിശന്ന് ഒരു കസ്റ്റമറിൻ്റെ നിലയിൽ നിന്നിട്ടുണ്ട്, ഡെലിവറി ആയിട്ടുള്ള ആൾക്കാരുടെ ഇതിൽ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റോങ് വേ ആണ് പോണത്, ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ആയതുകൊണ്ട് ഏതി കൂടെ വേണേലും കയറ്റിയെടുക്കാം ഗൈസ്. സൈക്കിൾ ആയതുകൊണ്ട് ഏതി കൂടെ വേണേലും കയറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമേ വഴിക്ക് വിടാണ്ടിരുന്നായിരുന്നു. ഞാൻ ഈ ഇലക്ട്രിക് സൈക്കിൾ അത്ര യൂസ്ഡും അല്ലാണ്ടോ. സോ ഇത് രക്ഷയില്ലാട്ടോ എൻ്റെ മോനെ. അപ്പോൾ എനിക്ക് വഴി അറിയാം. ഞാൻ ഫോൺ 2 എടുത്ത് വെച്ചു കേട്ടോ. ചേട്ടാ ദൈവേ, ഫോണിൽ വെള്ളം കയറിയുന്നുണ്ട്. സോ ഫോണും കാര്യമൊക്കെ ഞാൻ എടുത്ത് വെച്ചു, കാരണം അത് വർക്കാവണമെന്ന് അറിയില്ല. ബിരിയാണിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞ ചേട്ടാ. നല്ല വെയിറ്റ് ഉണ്ട് ബിരിയാണിക്ക്. എൻ്റെ പൊന്നെ, എൻ്റെ പുറത്തുള്ളത് അയ്യോ ചേട്ടാ എത്തട്ടെ ഗൈസ്. ജൂബിലി മിഷൻ്റെ അവിടെയാണ് കേട്ടോ. ജൂബിലി മിഷൻ്റെ അവിടെയാണ് നമുക്കിത് കൊടുക്കാനുള്ളത്. സോ വഴി എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച്. ഓക്കെ, നമ്മൾ ഇനി സേഫ് സോണാണ്. ഇനി കറക്റ്റ് വഴി കൂടെ ഗൈസ് പോണത്, കറക്റ്റ് വഴി കൂടെയല്ലേ പോണ കേട്ടോ. സോ 25 സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ്. ലൈറ്റ് ഓൺ ചെയ്യാം അല്ലേ? ലൈറ്റ് വർക്കാവാ, ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഗൈസ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുടെ ഓൺലൈനിൽ പെയ്ഡ് ഓൺലൈനിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് സ്റ്റേഡിയം, ഉദയ എവർഗ്രീൻ അല്ലല്ലോ, എവർഗ്രീൻ. ആളുടെ പേരും ഡീറ്റെയിൽ ആണ് കേട്ടോ. 2 ചിക്കൻ ബിരിയാണിയാണ് ഉള്ളത്. സോ ആളിന്ന് വിളിച്ച് നോക്കി നോക്കാം. വേറെ ഇതൊന്നും തന്നിട്ടില്ല ഗൈസ്. ഒന്നുകൂടി നോക്കി നോക്കട്ടെ കേട്ടോ. എത്തി ഗൈസ്, സെബാൻ. സോ ഞാൻ ഫുഡൊന്ന് അവർക്ക് കൊടുക്കട്ടെ കേട്ടോ. പേയ്മെൻറ്റ് ഓൺലൈൻ ചെയ്തതല്ലേ? താങ്ക് യു. നേരം വൈകില്ല കുറച്ച്. റെയിൻകോട്ട് ഉണ്ട്, എടുത്തിട്ടില്ല, കുഴപ്പമില്ല. താങ്ക് യു.
ആ ഓർഡർ ഡെലിവറി ചെയ്തോട്ടെ. മുഖം അവിടെ. ഓർഡർ ഡെലിവറി ചെയ്ത് അടുത്തത് ഏതോ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെ, അയ്യോ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ കേസ്, ആയുർവേദ ഡിസ്പെൻസറി നോക്കി നോക്കട്ടെ കേട്ടോ. അവിടേക്ക് ഇനി ഏകദേശം ഒരു 5 കിലോമീറ്റർ താഴെ ഉണ്ടാവും. 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മോനെ. 4 കിലോമീറ്റർ ഉണ്ട്. നോക്കി നോക്കാം ഗൈസ്. സീൻ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. അവിടുത്തെ ആളുടെ ആ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്വീറ്റായിട്ടുള്ള ചേച്ചി, ഭയങ്കര സ്വീറ്റായിരുന്നു. നല്ല രീതിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കാരണം ആ മുഖത്തൊക്കെ നോർമലി ഞാനൊക്കെ ഡെലിവറി എടുക്കണത് മുഖത്തൊരു അമർഷം ഉണ്ടാവും. അപ്പം അവരൊന്നും പറയാൻ പറ്റില്ല, മഴ കാരണമാണ്. എന്നാലും മുഖത്തൊരു അമർഷം ഉണ്ടാവും. ആ ചേച്ചി അടിപൊളിയായിരുന്നു. റെയിൻ കോട്ടൊക്കെ എടുത്തില്ലേ ചോദിച്ചിട്ട് എന്നോട്. ഞാൻ പറഞ്ഞ റെയിൻ കോട്ട് അറിയാണ്ട് പെട്ടെന്ന് മഴ വന്നതാണ്. ഞാനും വിചാരിച്ചില്ല മഴ ഉണ്ടാവുന്നത്. അതെന്തായാലും കൊള്ളായിരുന്നു കഴിച്ചു. നല്ല അടിപൊളി ഡെലിവറി ആയിരുന്നു. നേരെ വയ്യ കാരണം എനിക്കൊരിതുണ്ടായിരുന്നു, ദൈവം അവരെന്തെങ്കിലും പറയുമോ തെറി പറയുമോ അല്ലതും അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റായിട്ട് ആൾ സംസാരിച്ചത്. സോ നിങ്ങളും അതുപോലെ സ്വീറ്റായി സംസാരിക്കും ഗൈസ്. ഇൻ കേസ് നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊമാറ്റോ ഡെലിവറി ആൾക്കാർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോ ഇനി ചിയാരത്തേക്കാണ് കേട്ടോ. ചിയാരം കാരണം മഴ കാരണമാണ് ലേറ്റ് ആയത്. ഒരു കാരണമില്ലാണ്ട് ഉടായ്പ കളിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പറയരുത് ഗൈസ്. വേണ്ട തൃശ്ശൂരുള്ള അത്രയൊന്നും ഇവിടേക്ക് ഇല്ല കേട്ടോ. നമ്മളൊരു 4 കിലോമീറ്റർ അപ്പുറമാണ് വന്നത്. സോ അവരുടെ ലൊക്കേഷൻ ഇവിടെ അടുത്താണ് വരുന്നത്. മിക്കവാറും ഇവരുടെ വായിലിരിക്കുന്നത് എന്തായാലും കേൾക്കേണ്ടി വരും തോന്നുന്നുണ്ട്. കാരണം ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് പിന്നെയാണ് രണ്ടാമത്തെ ഓർഡർ ഇവരുടെ വരണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓർഡർ കൊടുക്കേണ്ട സമയം പോയി, മഴയുടെ സമയം പോയി, പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സമയം പോയിട്ടാ. അങ്ങനെ എല്ലാം കൊണ്ടും കലി തുള്ളി നിൽക്കുമായിരിക്കും. ബീഫ് ഫ്രൈ ആണ് അവർ ഓർഡർ ചെയ്തിട്ട് ഉള്ളത് കേട്ടോ. ബീഫ് ഫ്രൈ രാത്രി 10 മണിക്ക് ബീഫ് ഫ്രൈ. ദൈവം കാലത്ത് 4 മണിയായപ്പോൾ ഒരു ചായയും രണ്ട് വടയും കഴിച്ചിട്ട് വന്നത്. ഇപ്പോൾ 10 മണിയായി, ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കണ്. എവിടെയാണോ വീട്? ഇതന്നെ ഗൈസ് വീട് വരുന്നത് കേട്ടോ. ദൈവമേ പട്ടി ഉണ്ടാവുമോ? കോളിംഗ് ബെല്ലും അടിക്കാനില്ല. റീച്ച് ദ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഡോണ്ട് റിംഗ് ദ ഡോർ ബെൽ. ഗോട്ട് ഇറ്റ്. ഇതും ഓൺലൈനിൽ അടച്ചിട്ടുണ്ട് കേട്ടോ. സോ ഡോർ ബെല്ല് അടിക്കാൻ പാടില്ല, ബെല്ലടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇനി ആളെ വിളിക്കുക എങ്ങനെയാണ്? നല്ല ഇടിവെട്ടുണ്ട്. മഴ പെയ്താൽ മതിയായിരുന്നു ഗൈസ്. എടുക്കട്ടെ കേട്ടോ. സോ എടുത്തിട്ടുണ്ട്. ഗൈസ് ഗേറ്റ് ഓപ്പണാക്കി സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സിറ്റ് ഔട്ടിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് ദ ഗേറ്റ്. താങ്ക് യു ഗൈസ്. ആ ഓർഡറും അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടാ. 2 ഓർഡർ. ആക്ച്വലി എനിക്ക് കൊറോണ കാലം ഓർമ്മ വന്നു കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തപ്പോൾ മ്യൂച്വൽ കോണ്ടാക്റ്റ് ഇല്ല. ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. വെക്കുക, അടിക്കാൻ പാടില്ല. എനിക്ക് ഉടായ്പ മറ്റേ ഇതാന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. വീട്ടുകാരെ അറിയാണ്ട് ഞാൻ ഓർഡർ ചെയ്യാറുള്ളതാണ്. വീട്ടുകാരെ അറിയാണ്ട് സാധനം ഓർഡർ ചെയ്ത് വരുത്തിയെന്ന് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ ആരെയും കണ്ണടച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. സോറി, പറഞ്ഞ് തിരിച്ചിരിക്കുന്നു. സോ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. എനിക്ക് കൊറോണയുടെ ഇതുപോലെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. സോ 2 ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വലിയൊരു 70 കിലോൻ്റെ ഒരു ഡെലിവറി ഉണ്ട്. അത് വീട്ടിലേക്ക് എത്തിക്കണം കേട്ടോ. ചേച്ചി ഇവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. തെറി പറയില്ല ചേച്ചി. എന്താ ചേച്ചിയെ കുറച്ച് ലൈറ്റാന്ന് ചേച്ചി തെറി പറയണം. എന്നിട്ട് ഓ അമ്മയും മോനും ഗെയിം കളിക്കാല്ലേ? ഓ മോൻ പണിക്ക് പോവാ, അമ്മയും മോനും ഗെയിം കളിക്കുക. ഫ്രൂട്ട് ചലഞ്ച് അല്ലേ? എന്നിട്ടാ വേണ്ട നിനക്ക്? സാർ ലേറ്റ് ആയോ സാർ? ഫുഡ്
ചോറിനല്ലേ നീ തരപ്പാ അയ്യടാ സ്പെഷ്യൽ എന്നിട്ട് വേണ്ടേ സാമ്പാറും പപ്പടം ഉണ്ടോ എന്താ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കണേ അയ്യോ ടി വി ഓഫ് ചെയ്യട്ടാ നീ തമാശക്ക് പോലും പറയല്ലേട്ടാ എന്റെ നെഞ്ചൊന്ന് കാണും എന്റെ പൊന്നെ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടാ ഞാൻ തന്നെയായിരുന്നു ആ 70 കിലോന്റെ ഡെലിവറി കേസ് സോ ഞാൻ ആക്ച്വലി ഞാൻ ആരും തരുമെന്ന് പറഞ്ഞില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ പേടിച്ചു ആരെയും എന്തെങ്കിലും പറയുമെന്ന് കാരണം ഇത് പിടിച്ചാടെ ഫോൺ വെച്ച് നനഞ്ഞുണ്ട് ഫോൺ ആര് ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ ചീത്ത പറയുന്നു എന്നാ 2 നനഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ആരും ഇതൊന്നും പറഞ്ഞില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എന്നുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു സോ ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നില്ല എടാ ആ ഫോൺ ഇത് തന്നടാ അത് തന്നെ എൻ്റെ മറ്റേ ഫോൺ തന്നെ വെയിറ്റ് ഉണ്ട് ആരും ഡെലിവറി കൊടുക്കാണ്ടൊന്നും പോന്നിട്ടില്ല അതിലൊറ്റ ഡെലിവറി ഇല്ല ഗസ് ഗ്രേറ്റ് ജോബ് ഡെലിവറി എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും 2 ഓർഡർ മഴയത്ത് 2 ഓർഡറിന് 200 രൂപ കിട്ടിയിട്ടുണ്ടാവും എന്തുട്ട് വെള്ളരിക്കാൻ പറ്റണ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും 2 ഓർഡർ 50 രൂപ എന്താ ഒറ്റ 2 ഓർഡറിന് കൂടി കിട്ടിയതാ 2 ഓർഡറിന് കിട്ടിയതാ എന്താ കാലത്ത് പോയിട്ടില്ല ഇത് മഴയ്ക്ക് 50 രൂപ കൂടുതൽ കിട്ടി മഴ പെയ്തത് കൊണ്ട് 50 രൂപ കൂടുതൽ ഇത് ട്രിപ്പ് പേ 71 പക്ഷെ മഴ കാരണം 50 രൂപ കൂടുതൽ കിട്ടിട്ടാ മഴയത്ത് പോവാം മഴ കാരണം കാശ് കൂടുതൽ മഴയത്തുണ്ട് എല്ലാരും ചോദിച്ചു ഡെലിവറി ചെയ്യണ ആൾക്കാർ ചോദിച്ചു റെയിൻകോട്ട് എവിടെയാന്ന് ചോദിച്ചിട്ട് ചേച്ചി നല്ല രസമായിരുന്നു സ്വീറ്റായിട്ട് ഒരു മര്യാദയിൽ ചോദിച്ചു ആള് അപ്പൊ കാണുന്നവർക്ക് ഒരു വിഷമം തോന്നുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ലേറ്റ് ആകുമ്പോഴേ തെറിയേക്കാന്നുള്ളൊരു പേടിയായിരുന്നു കാരണം എനിക്കൊക്കെ അമർഷം ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് ഞാൻ ഡെലിവറി കിട്ടുന്ന നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇതേ സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട് ഡെലിവറി ചെയ്ത സമയത്ത് 2 ഓർഡർ വന്നിട്ട് അവസാനത്തെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 8:30 ഭക്ഷണം കഴിക്കേണ്ട ഞാൻ 10 മണിക്ക് ഭക്ഷണം കഴിച്ചേട്ടാ 8:30 1 മണിക്കൂറോളം എക്സ്ട്രാ ലേറ്റ് ആയി അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ ഒരു അമർഷം ആൾക്കാർ കാട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെ കാട്ടിയൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 121 രൂപയാണ് ഇന്നത്തെ ഇത് കിട്ടിയത് കേട്ടോ 1 മണിക്കൂർ 9:30 തൊട്ട് എത്ര മണി 10:30 9 തൊട്ട് 10:30 വരെ ഒരു മണിക്കൂറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഇനിയും സമയം കിടക്കുന്നതുകൊണ്ട് 12 മണിക്ക് ഞങ്ങളുടെ ബുക്ക് ചെയ്തോണം അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കിടൽ വ്ളോഗ് വരാനുണ്ട് സ്റ്റേ ട്യൂൺഡ്